പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വിടുതൽ പ്രാപിപ്പിക്കുന്ന നമ്മൾ ആ തത്സമയം കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. എന്താണ്? ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പക്ഷെ പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ്. ഒന്ന് പറഞ്ഞ്, ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത്രയും പറയണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണം. നമുക്ക് വിശ്വാസം വേണം, പിന്നെന്താണ്, ദൈവസ്നേഹം വേണം, പ്രത്യാശ വേണം. ഈ തിയോളജിക്കൽ വെർച്വസ് എല്ലാം വേണം. ദൈവികമായ പുണ്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത്രയും ഈ ചില പ്രാർത്ഥനകൾക്ക് വിശ്വാസം മാത്രം മതി, ചില പ്രാർത്ഥനകൾക്ക് ദൈവസ്നേഹം മതി, ചില പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം മതി, ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രത്യാശ മതി. പക്ഷേ ഈ ഒരു വരി പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. ഇത് ഈ തിന്മയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഈ കുഞ്ഞു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. പക്ഷെ അതിൻ്റെ സമ്മറിയാണ് ഈ പറയണത്. ആ പ്രാർത്ഥനയും ചുരുക്കിയിട്ടാണ് ഒരു കുഞ്ഞു പ്രാർത്ഥന. എന്താണ്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത് നമ്മളിങ്ങനെ അറിഞ്ഞ് ആവർത്തിച്ച് വണ്ടിയിൽ പോകുമ്പോഴും കാപ്പി അതിനെത്തുമ്പോഴും കഞ്ഞി ചെരിക്കുമ്പോഴും അല്ലെങ്കിൽ വാറ്റുമ്പോഴും ഒക്കെ ഈ മനസ്സിൽ നമുക്കൊരു മുടക്കവും കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ്, അല്ലേ? അങ്ങയുടെ നാമത്തെ. ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ വാതിക്കൽ നമ്മൾ അങ്ങയുടെ വഴക്കം കേട്ട് നിൽക്കുകയാണ്. ഈ ജന്മത്തിൽ സംഭവം നടക്കത്തില്ല എന്ന് അവർ പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. എന്താ കാര്യം? ഇങ്ങനെ പല സർപ്പങ്ങളും തേളുകളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നിയമപരമായ തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ശാരീരിക തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ടൈമിൻ്റെ തടസ്സമുണ്ടാവും, സമയത്തിൻ്റെ തടസ്സം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ തടസ്സങ്ങളെയും ഒറ്റയടിക്ക് ഒരു വലിയ മല പോലെ വരുന്ന കാർമേഘങ്ങളെ കാറ്റ് തുരത്തിക്കളണ പോലെ കളയാൻ പറ്റുന്നതാണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പറഞ്ഞേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവേ എന്ന് പോലും വിളിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരും മതി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ അത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറയുമ്പോഴെന്ത് വേണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്നേഹം വേണം. നമുക്ക് ആവതില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ICUവിലാണ്, ഓർമ്മയുണ്ട്. പക്ഷേ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും പറയാവുന്ന പ്രാർത്ഥന ഇതാണ്: അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുക.
എല്ലാ വശത്തു നിന്ന് സ്ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ തരുന്നുണ്ട്, ആഹാരത്തിന് വേറെ ട്യൂബുണ്ട്, ഭക്ഷണത്തിന് വേറെ ട്യൂബുണ്ട്, മൂത്രത്തിന് പോകാൻ വേറെ ട്യൂബുണ്ട്, മൊത്തം ട്യൂബിൽ കിടക്കണം വിചാരിച്ചു. അപ്പോഴും നമുക്ക് ചെറിയ ഓർമ്മയുണ്ടെങ്കിൽ, ചെറിയ ഓർമ്മ മതി, മിനിമം വോൾട്ടേജ് ഓർമ്മ മതി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പം നമ്മൾ ആരുമില്ലാത്ത ചില സമയത്ത് ഒരു മനുഷ്യൻ്റെ തീഷ്ണത അളക്കണ എപ്പോഴാണെന്നറിയാവോ? ഗ്രൂപ്പിൽ വെച്ച് അവനെന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. കമ്മ്യൂണിറ്റി, സമൂഹത്തിൽ വെച്ച് അവനെന്ത് പറഞ്ഞു, എന്ത് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നത്, ദൈവവും നീയും മാത്രമാകുന്ന ഒരു അഭിമുഖത്തിന് നിന്നെ തിരഞ്ഞെടുക്കും ദൈവം. അവിടെ വേറെ ആരും ഉണ്ടാകത്തില്ല. അപ്പ, അമ്മ, ചിറ്റപ്പ, നോബഡി ആരും ഉണ്ടാകത്തില്ല. നിൻ്റെ കോച്ച്, നിൻ്റെ ട്രെയിനർ ആരും ഉണ്ടാകത്തില്ല. നോബഡി. നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഓർക്കണത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാകുന്നു. ഇപ്പോൾ കോടതി കയറി നിൽക്കുകയാണ് നമ്മൾ. ഇപ്പം ഞാൻ കൂട്ടി കയറി നിന്നിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോൾ കോടതി കയറി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മളോട് ആയിട്ടാണ് മജിസ്ട്രേറ്റ് ചോദിക്കണത്. ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വക്കീലൊക്കെ ഉണ്ടെങ്കിലും വക്കീൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മളോട് ഡയറക്റ്റ് നമ്മളെ വിസ്തരിക്കുകയല്ലേ, ഡയറക്റ്റ് ചോദിക്കുകയും. അപ്പോഴേ ഈശോ ഇങ്ങനെയുള്ള സെക്കുലർ മൂവ്മെൻറ്റ്സ്, സെക്ലൂഡഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ ബൈബിൾ സുന്ദരമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യും. എന്താണ്? നീ ഇങ്ങനെ നിർത്തപ്പെടുന്ന സമയമുണ്ട്, ഇങ്ങനെ നീ നിർത്തപ്പെടും. അങ്ങനെ എവിടെ നിർത്തപ്പെട്ടാലും, അധികാരസ്ഥാനത്തായാലും ശരി, നിയമ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തായാലും ശരി, നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലം, ഈ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലത്ത് എത്ര കൗണ്ട്, നമ്മുടെ ഒരു ആധ്യാത്മികത കൗണ്ട് നമുക്ക് അളക്കണത്, എത്ര പ്രാവശ്യം നമ്മൾ ഒറ്റക്ക് നിർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടിലാണ്. എല്ലാം അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ കർത്താവ് മനസ്സിലാക്കി തന്ന സത്യങ്ങൾ, എൻ്റെ വചനം കേൾക്കുന്ന, എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്ന, എൻ്റെ വചനം ഞാൻ പറയാൻ പറ്റത്തില്ല, എൻ്റെ വചനമല്ല ഞാൻ പറയണം. എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആഹാരമാണത് കൊടുക്കണേ. എന്താ കാര്യം? കൗണ്ട് യുവർ സെക്ലൂഡഡ് ടൈം. എന്നുവെച്ചാൽ നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലങ്ങളെ നീ ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? 12:12 ഗ്യാരണ്ടി എന്താണ്? വായിച്ചോളൂ. ലുക്ക 12:12. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 12:12. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇത് ഭയങ്കര സംഭവമല്ലേ? എന്താണ്? നിങ്ങളെ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, അധികാരസ്ഥാനത്തോ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലോ, നിങ്ങൾ ഇപ്പോൾ രോഗത്തിൻ്റെ മുഖത്തോ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്താണ്? ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഞാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ, വിശ്വാസ ജീവിതം എന്ന് പറയണത് ഇന്നോ നാളെയോ അങ്ങ് അവസാനിക്കണതല്ല. ഇത് ഓരോ പാഠം കഴിയുമ്പോൾ അടുത്ത പാഠം വരും. ആ ഒരു പാഠം കഴിയുമ്പോഴേ, ഇപ്പോഴ് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ മക്കളെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ലൂക്ക 12:34. ലൂക്ക 12:34. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. കേൾക്കുമ്പോൾ സിമ്പിൾ വാക്കാണ്. ഇപ്പം അച്ഛൻ്റെ മനസ്സിൽ ഈശോ തന്നുകൊണ്ട് ഞാൻ നിങ്ങളോട്, കർത്താവാണ് ഓൺലൈനിൽ സംസാരിക്കണത്, ഞാനിങ്ങനെ ശബ്ദം കൊടുക്കണമെന്നേ ഉള്ളൂ. എന്താ വചനം പറഞ്ഞ്? നിന്റെ നിക്ഷേപം എവിടെയോ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ നിക്ഷേപം എവിടെയോ
അവിടെ നിന്റെ ഹൃദയവും. അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. നമ്മുടെ ഹൃദയം എവിടെയായിരിക്കും? ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ലൂക്ക 12:31 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ കരുതി വെക്കുവിൻ. അപ്പൊ ഈശോയുടെ മനസ്സ് മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് ഈശോയെ മനസ്സിലാക്കാതെ നമുക്ക് ജീവിതം മനസ്സിലാകത്തില്ല. കാര്യം ഈശോ സ്വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയ ആളാണ്. പനി പിടിച്ച് മരിച്ച ആളല്ല, അറിയാമല്ല. കോവിഡ് വന്ന് മരിച്ചതുമില്ല. കുരിശിൽ കിടന്ന് മരിച്ചതിൻ്റെ പിന്നിൽ ഒറ്റ സത്യം മാത്രമേ ഉള്ളൂ: ദൈവിക ജീവൻ നഷ്ടപ്പെട്ടത് പുനരുദ്ധരിക്കണം, നിത്യത വരെ നമ്മളെ എത്തിക്കണം. അപ്പോൾ ഈശോയുടെ ഒരു അങ്ങനെ ഉള്ള ഈശോയാണ് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് പറയണ കുറേ പ്രശ്നങ്ങളില്ലേ, ഞാനും നിങ്ങളും പറയുന്ന ജീവിത പ്രശ്നങ്ങൾ. ഈ ജീവിത പ്രശ്നങ്ങളൊക്കെ അതിനെ ഡയറക്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കും. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ വീട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, രോഗം, കടങ്ങൾ, ജപ്തി, വഴിയില്ല, വിവാഹം നടക്കണില്ല, നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഡയറക്റ്റ് ആക്രമിക്കാൻ പോയാൽ കുറേ സമയമെടുക്കും. സമയം കുറയ്ക്കാനുള്ള പരിപാടി പറയുകയാണ്. സമയം കുറയ്ക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നല്ലവണ്ണം ഈസിയായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും? ഈശോ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഈശോയുടെ മനസ്സ് മനസ്സിലാക്കണം. ആ വചനം എത്രയായിരുന്നു പറഞ്ഞോളൂ? ലുക്ക 12:33. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. എന്നിട്ട് ഈശോ അതൊക്കെ പറഞ്ഞെന്താ പറഞ്ഞ? സ്വർഗത്തിൽ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കുവിൻ. അപ്പോഴ് ആ വചനം കൂടി ലിങ്ക് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഈശോയുടെ മനസ്സെങ്ങനെ റീഡ് ചെയ്യണത്? നമ്മളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിൽ. അതാണ് സംഭവം. നമ്മളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കും. ഇപ്പോൾ എന്ത് വർക്കൗട്ട് ചെയ്താലും നമ്മളെ ഫെഡറൽ ബാങ്കിലെ കൊണ്ട് പൈസ ഇടണ പോലെ ഇടാമെന്ന് വിചാരിക്കുകയല്ല. എന്ത് വിഷയം ചെയ്താലും സ്വർഗത്തിൽ ദ കണ്ടന്റ് ഓഫ് ഹെവൻ അതിലുണ്ടാകണം. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിച്ച് പിരിയാൻ പോകണമെന്ന് വിചാരിച്ചോ? നിങ്ങൾ കേസ് ജയിച്ച് 2 കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടി. ഞാൻ പറയും നിങ്ങൾ തോറ്റെന്ന് പറയും. എന്താ? സ്വർഗം പോയില്ല, കൊച്ചിനല്ലേ കിട്ടിയുള്ളൂ. ആ കൊച്ചു നാളെ വല്ല കഞ്ചാവിലൊക്കെ അടിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ? വാപ്പാനെ തല്ലിക്കൊല്ലോ എന്ന് പറഞ്ഞില്ലേ? അമ്മയെ കൊന്ന കുഞ്ഞ് പറഞ്ഞത് വാപ്പാനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. മക്കൾ ഇപ്പം നിങ്ങൾ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞാലും നാളെ കാര്യങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലാൻ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അറിയാമല്ലേ? നിങ്ങളെ കേട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ ചരിത്രം? ഞാൻ പേര് നിങ്ങൾ അധികം പറയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളിപ്പോൾ ഭർത്താവുമായിട്ട് ഇടിവെച്ച് നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ വക്കീൽ കേമനായിരുന്നു. അയാൾ ഉള്ളത് ഇല്ലാത്തതൊക്കെ എഴുതി ചേർത്ത് നിങ്ങൾ അവിടെ സ്വർണം നേരത്തെ നിങ്ങൾക്കറിയാവില്ല, ഏത് വക്കീലിനും അറിയാം, ഏത് കോടതിക്കും അറിയാം, പിരിയണമെന്ന് പറഞ്ഞ പെണ്ണ് ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടിൽ പൊന്നു വെക്കത്തില്ല. അവളുടെ അപ്പനും അമ്മയും ഒന്നും വെപ്പിക്കത്തില്ല. ആദ്യത്തെ പുതുക്കത്തിന് തന്നെ അഴിച്ചെല്ലാം അലമാരി ആക്കും. അത് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. ഇത് ട്രാപ്പാണ് ഈ വരാൻ പോണത്, അടുത്ത പരിപാടി ട്രാപ്പാണെന്ന്. പക്ഷേ കേസ് വരുമ്പോൾ എന്താ പറയണത്?
എൻ്റെ പൊന്ന്, എൻ്റെ എന്താ 28 പവൻ പൈസ എല്ലാം അവിടെ ലോക്കറിൽ ഇരിക്കണം, അവിടെ അലമാരി ഇരിക്കണം കേസ്. അപ്പം നമ്മൾ വക്കീലിനോട് പറയാം, വക്കീലെ അങ്ങനെയൊന്നുമില്ല, കാശൊക്കെ എൻ്റെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ പറയും നിങ്ങൾക്ക് കേസ് ജയിക്കണ കാശ് വേണമെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ ഒപ്പിട്ട് കൊടുക്കും. തീർന്നില്ലേ? കണ്ടൻ്റ് ഓഫ് ഹെവൻ പോയി. ഭയങ്കര ഉടമ്പടിക്കാരത്തിയാണ്, പക്ഷേ വക്കീലിൻ്റെ കക്ഷത്താണ് നിങ്ങളുടെ ആത്മാവ് ഇരിക്കുന്നത്. ശരീരം മാത്രമല്ലേ, ആത്മാവ് ഉൾപ്പെടാം. ശരീരം മാത്രമല്ല, ശരീരമായിട്ട് ആരും കക്ഷത, ആത്മാവ്. അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും, ഒരു കണ്ടൻ്റ് ഓഫ് ഹെവൻ, നിങ്ങൾ എവിടെ ജയിച്ചാലും എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും? എത്ര കാലത്തേക്ക് ജയിക്കാൻ പറ്റും? ഈ ജീവിക്കണ ഇത്രയും കാലം ജീവിക്കാൻ പറ്റും അല്ലേ? അതായത് വേണ്ട സമയത്ത് നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. സത്യം തള്ളിപ്പറഞ്ഞു, നീതി തള്ളിപ്പറഞ്ഞു, സ്നേഹം തള്ളിപ്പറഞ്ഞു. എല്ലാം നിങ്ങൾ ആർക്ക് വേണ്ടി ചെയ്താണ്? തള്ളമാർ ശ്രദ്ധിക്കണേ. മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആൻറ്റിമാരൊക്കെ ചിലപ്പോൾ കേസ് കൊടുക്കാനും ഡൈവേഴ്സിനും അബോർഷനും ഒക്കെ കൂട്ടി നിൽക്കുന്ന, പിമ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവറാച്ച പണി വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒറ്റടക്കി സഭയൊന്നും പോകത്തില്ല. എന്തുകൊണ്ടാണ് അമ്മ ചില സമയത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് മിണ്ടാണ്ടിരുന്നത്? ചില സമയത്ത് ദൈവത്തിന് മുമ്പ് മിണ്ടാണ്ടിരിക്കണതാണ് നല്ലത്. മിണ്ടിപ്പോയ കൗണ്ടാവും. നല്ല ഹെവി ആയിട്ടുള്ള അനീതിയല്ലേ കിട്ടണത്. ചോരക്കുഞ്ഞിനെ കൊണ്ട് പെറ്റ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ, ചോരക്കുഞ്ഞിനെ കൊണ്ട് പെറ്റ് കിടക്കണ സമയത്ത് തന്നെയാണ് ഇനി വീട്ടിൽ പോകാമല്ലോ, പെറ്റ് കഴിഞ്ഞല്ലോ, ഇനി വീട്ടിൽ പോയി ഇത്തിരി ഭക്ഷണം കഴിച്ച് സമാധാനത്തിൽ ഉറങ്ങിയിട്ടത്ര ദിവസമായി എന്തൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴല്ലേ ഈജിപ്തിൽ പോകാൻ പറയണത്. ഉറക്കമില്ല, ഈജിപ്തിൽ പോകാൻ പറയണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിച്ചാൽ ദൈവത്തിനെതിരെ സംസാരിക്കത്തുള്ളൂ, ഉറപ്പല്ലേ? അതുകൊണ്ട് അമ്മ ആ രാത്രി ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുന്ന കാരണം നിങ്ങൾക്കറിയാമല്ലോ. ഈ പരിശുദ്ധാത്മാവ് എപ്പോൾ വിട്ടുപോകുന്നു അവിടെ വെച്ച് ദുരന്തം തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ കുറേ ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണമെന്നൊക്കെയാണ് ഞാൻ പറയണത്. കാര്യം ഇങ്ങനെ ചുമ്മാ ഈ ഗിരിയും പാമ്പും കൂടി ജീവിച്ചിട്ട് കാര്യമില്ലല്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് ക്രിസ്തീയ ജീവിതത്തിന് കൊള്ളത്തില്ല. ദാറ്റ് ഈസ് വൈ ഐ എം സെയിങ് ദാറ്റ്. ചില ആൾക്കാർ ഡൈവേഴ്സ് ചെയ്യണം, ചില ആൾക്കാർ വെള്ളം അടിക്കണം, ചില ആൾക്കാർ കഞ്ചാവ് വിൽക്കണം, ചില ആൾക്കാർക്ക് കാര്യം പണത്തോട് ഭയങ്കര ഗ്രീഡിയുള്ള ആൾക്കാർ, ചില ആൾക്കാർ പലിശയായിട്ട് തന്നെ ജീവിതം ജീവിച്ച് തീരണം. പലിശ വാങ്ങിച്ച് ആരെ കണ്ടാലും പലിശ കിട്ടുക. അമ്മയ്ക്ക് പോലും മരുന്ന് മേടിക്കാൻ കാശ് കൊടുക്കത്തില്ല. പക്ഷേ അതേസമയം അയൽവാസിക്ക് കാശ് ആവശ്യത്തിന് കൊടുക്കും. എന്താ കാര്യം? അയൽവാസിക്ക് കൊടുത്താൽ പലിശ നമുക്ക് കിട്ടും, അമ്മക്ക് മരുന്ന് മേടിക്കാൻ കൊടുത്താൽ കാശ് കിട്ടത്തില്ല. അപ്പം കുറേ ആൾക്കാർ പലിശയുടെ തന്നെ ജീവിക്കണം. എന്താ കാര്യം? അവർക്ക് ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി പറ്റത്തില്ല. അതാണ് പ്രശ്നം. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ജീവിതമല്ലേ. സ്വർഗത്തിന് വേണ്ടി എന്തും ചെലവഴിക്കാൻ വേണ്ടി ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ട് വേണ്ടിയെടുത്ത ജീവിതമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറയും. Take the word of God. ചെറിയ അജഗണമേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 12:32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഈ കണ്ട കെട്ടുകാഴ്ച ഒന്നുമില്ല. അജഗണം ചെറുതാണെന്നല്ലേ പറയണം. അജഗണം ചെറുതാണ്. ഇപ്പൊ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ, നമ്മൾ തോറ്റാലും ശരി എൻ്റെ കർത്താവ് ജയിക്കണം, അവൻ്റെ വചനം ജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കേസ് തോറ്റു കൊടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ കൊച്ചു നഷ്ടപ്പെടും, ചിലപ്പോൾ അവർ പൊന്ന് നഷ്ടപ്പെടും, കേസ് അവർ തോക്കും. അപ്പോഴൊരു മനസ്സിൽ പരിശുദ്ധാത്മാവ് വരും, കേസ് തോറ്റെന്നേ ഉള്ളൂ, കർത്താവ് ഒന്നും തോറ്റിയിട്ടില്ല, നീ കർത്താവിനെ ജയിപ്പിച്ചുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കണത്. ഒരിക്കലും നീക്കറിയാവില്ല, ക്രിസ്തുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനെ തോൽപ്പിച്ചുകൊണ്ട് ലോകത്തെ നേടിയെടുത്ത് കഴിഞ്ഞാൽ ആത്യന്തികമായ പരാജയം ആരുടേതായിരിക്കും? നമ്മുടേതായിരിക്കും. പക്ഷേ ഇത് പറഞ്ഞു തരുന്നതന്നെ ആര് വേണം? സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. പ്രാർത്ഥിക്കുക, കർത്താവേ
കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ആത്മാവിൽ നിലനിൽക്കുവാനും ചെറിയ അജഗണത്തിന്റെ കൂടെ കൂട്ടപ്പെടുവാനും അമ്മേ പരിശുദ്ധമ്മേ എനിക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതായത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ടോക്കണുണ്ട്. സന്ധ്യ ആകുമ്പോൾ ടോക്കൺ ഉണ്ട്, നോക്കണം. ജീവിതത്തിൽ ഒരു സന്ധ്യ ആവില്ല, എപ്പോഴേലും നമ്മൾ പിരിഞ്ഞു പോകേണ്ട കാലം വരുമ്പോൾ ടോക്കൺ ഉണ്ട്, നോക്കണം. ടോക്കൺ ഉണ്ട് നോക്കുമ്പോൾ കണ്ടന്റ് ഓഫ് ഹെവൻ, അതായത് നിൻ്റെ തീരുമാനത്തിൽ എൻ്റെ മക്കൾ, അതായത് നിങ്ങളിങ്ങനെ സ്വത്തുകാരാകണത്. വാട്ട് ഈസ് അവർ സബ്ജക്റ്റ്? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 12:34. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അപ്പൊ ഈശോ അത് അസസ് ചെയ്തിരിക്കുന്ന വിഷയമാണ്. എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയായിരിക്കും നിന്റെ ഹൃദയം. ഈശോ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുവിൻ. അപ്പം നിക്ഷേപം എവിടെയായിരിക്കണം? സ്വർഗത്തിലായിരിക്കണം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്വർഗത്തിൽ നിക്ഷേപം ചെയ്യണത്? എന്ത് തീരുമാനമെടുത്താലും അതിൻ്റെ അതൊരു കണ്ടന്റ് ഓഫ് ഹെവൻ ഉണ്ടാകണം. അതാണ് ടോക്കൺ. പിടിയാ. എന്ത് തീരുമാനം എടുത്താലും, കൊടുക്ക വാങ്ങേണ്ട തീരുമാനം എടുത്താലും, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു പൈസ കുറേ ആൾക്കാർക്ക് കൊടുത്തു. അപ്പോഴേ അവർ തന്നു, പക്ഷേ നിങ്ങൾ തന്നില്ലെന്ന് പറയുന്നു. രേഖ നിങ്ങളുടെ കയ്യിലില്ല. രേഖയില്ല വരുവേ. ഇപ്പം നല്ല ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ കൈമാറ്റത്തിന് ചിലപ്പോൾ രേഖ ഉണ്ടാകത്തില്ല. പിന്നെ ബന്ധം, ഞാൻ പറയണേ എല്ലാത്തിനും രേഖ വെക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താ കാര്യം? നമ്മുടെ രേഖ ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ കാലങ്ങളിൽ അവർ തന്നു എന്ന് പറഞ്ഞാൽ തന്നില്ല എന്ന് നമ്മൾ പറഞ്ഞ രേഖയില്ലല്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുത്തതാണ് ഇതിനെ, പക്ഷെ അവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നേരം നിറയുള്ള പരിശുദ്ധാത്മാവിനെ ഈ കേസിൽ കക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ മധ്യസ്ഥം നിർത്തിക്കൊണ്ട് ഈ വിഷയം നമുക്ക് കുറേ നാൾ കൊണ്ടുപോകാം. എന്താണ്? അവർക്കൊരു ബോധം ഉണ്ടാകുന്നിടത്തോളം. പക്ഷെ അവർക്ക് ബോധം ഉണ്ടാവും, നിങ്ങൾ കൊടുത്തതാണെന്ന് തന്നെയുള്ള ബോധം ഉണ്ടാവും. പക്ഷെ അവരത് പറയത്തില്ല. അവരപ്പോഴും പറയും, ബോധം ഉണ്ടായാലും അവർ പറയും തന്നിട്ടില്ലെന്ന് പറയും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗത്തിൽ അത് കുറച്ചെങ്കിലും കൊടുത്ത് ആ ചാപ്റ്റർ എഴുതി മേടിച്ച് ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ ആര് തോറ്റു? അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം കാശ് തോറ്റില്ലേ? ആദ്യം ഒന്ന് കൊടുത്തു. ഇപ്പോൾ കോംപ്രമൈസ് ആകാൻ വേണ്ടി, ആ സഹോദരനോട് വൈരാഗ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, വൈരാഗ്യവും പണവും കൂടി ഒരുമിച്ച് വന്നാൽ കർത്താവ് പറയും വൈരാഗ്യം കുറച്ചിട്ട് പണം കൊടുക്കാൻ പറയും. വൈരാഗ്യം, കാര്യം നിൻ്റെ സഹോദരൻ നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 5:23 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. മത്തായി 5:23. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ, ഒന്ന് പറഞ്ഞേ, നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പൊ സ്വത്തിൻ്റെയോ സ്ഥാവരയോ വസ്തുക്കളുടെയോ മേലിലെ സഹോദരന്മാരുടെ ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തതാണ്, അവർ കൊടുത്തില്ലെന്നാണ് പറയണത്. പിന്നെ അവർക്ക് ബോധം വന്നു കിട്ടിയതാണ്, പക്ഷെ അവർ അംഗീകരിക്കണില്ല. പോരട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. വൈരാഗ്യത്തിൽ തന്നെ അവർ നിലനിർത്തുന്നു. ഇനി ഇവർ വൈരാഗ്യം വെച്ചിട്ട് നമ്മളെന്നാ കാണിക്കാൻ പോയി പണി നോക്കാൻ പറഞ്ഞാലും നമുക്ക് പണി നോക്കാൻ പറയും. പക്ഷെ ബൈബിളിൽ പണി നോക്കാൻ പറയത്തില്ല. ബൈബിൾ പറയും അവരോട് രമ്യപ്പെടാൻ പറയും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ
പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. നിത്യത ഇതിൻ്റെ അകത്ത് വിഷയമാണ്. നിത്യതയ്ക്ക് വേണ്ടി നിന്നെ എടുക്കുമ്പോഴേ അവർക്ക് നിന്നോട് വൈരാഗ്യം ഉണ്ട്, നിലനിർത്തിക്കൊണ്ടാണ് നീ നിത്യതയ്ക്ക് ചെന്നിരിക്കുന്നത്. ടോക്കം പോയി. അപ്പോൾ എല്ലാത്തിനേക്കാൾ സമ്പത്ത് നിത്യതയായതുകൊണ്ടാണ് ബൈബിൾ കർക്കശമായിട്ട് ആ നിത്യതയുടെ കൂടെ നിൽക്കുന്നത്. നമുക്ക് സ്ഥാപനജംഗ വസ്തുക്കൾ നഷ്ടം ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ വീണ്ടെടുപ്പിൽ നമുക്ക് വില നമുക്ക് വേണ്ടി കൊടുത്തു നമ്മൾ വിശ്വസിക്കുകയും അവൻ്റെ കൂടെ ജീവിതം നിത്യകാലം ജീവിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തുള്ള ആ വിശ്വാസ ജീവിതത്തിന് കളങ്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരുമായിട്ട് സ്ഥാപനജംഗ വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കോട്ടവും നഷ്ടവും ഉണ്ടായാലും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ രമ്യപ്പെട്ടുകൊണ്ട് നിത്യജീവൻ ഉറപ്പാക്കാൻ വരണം പറയണത്. ക്രിസ്തുവിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ചിലപ്പോഴും ഈ പറയുന്നത് എനിക്ക് തോന്നണതാണ്. ഇപ്പം 100 പേര് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. 98 പേർക്കും മനസ്സിലാകും ഇത് പ്രാക്ടിക്കലല്ലെന്ന്. അതാണ് എൻ്റെ ഒരു സന്തോഷം. കാരണം ഇത് പ്രാക്ടിക്കലല്ല. ദാറ്റ് മീൻസ് 98 പേര് നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ചത്തിപ്പിരിഞ്ഞു പോകാം, ഇഷ്ടമുള്ള കാണിക്കാം, ഇവിടെ ഒരു പ്രശ്നമില്ല. കാരണം ക്രിസ്തുവിൻ്റെ വില, നിത്യതയുടെ വിലയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ യേശുവെ സ്വസ്ത്രം യേശുവെ സൂത്രം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 12:34. വായിച്ചോളൂ. നിന്റെ നിക്ഷേപം എവിടെയോ പറഞ്ഞേ, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അപ്പം അർത്ഥം എന്താണ്? നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? ആ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണത്? എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്താലും അതിനകത്തൊരു കണ്ടൻറ്റ് സ്വർഗത്തിൻ്റെതായിരിക്കണം. സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ട്, എന്നുവെച്ചാൽ സ്വർഗം എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കണത്? നിത്യതയെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതും പേഷ്യൻ്റ് കാണിക്കണതും എന്താ കാര്യം? ഈ നിത്യത എന്നുള്ള കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ്. കാര്യം അമ്മയെ ഞാൻ നേരെ കണ്ടതല്ലേ, ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പറയാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലേ? അതാണ് പ്രശ്നം. നിങ്ങളാരും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും ഇറങ്ങിപ്പോയാലും എനിക്കിത് പറയേണ്ടി വരും. കാര്യം എന്താണ്? നിത്യതയെന്ന് പറഞ്ഞ സംഭവം അമ്മയെ ഞാൻ നേരെ തന്നെ കണ്ണേ കണ്ടതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആൾക്കാരെ മുഴുവൻ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. എല്ലാവരും വന്നിരിക്കണം IELTS പാസ്സാകാനും വസ്തു വിൽക്കാനും കല്യാണം നടത്താനും കുഞ്ഞുങ്ങൾ ജയിക്കാനും ഒക്കെ എല്ലാവർക്കും ദൈവം അതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ. 1 കൊരിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അതാ പ്രശ്നം. എന്തൊരു ക്ലിയർ ആണ് വേട്. 1 കൊരിന്തോസ് 15:19 എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ്. സംഭവം. അപ്പൊ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഈ ജീവിതത്തിന് വേണ്ടിയാണെന്നല്ല, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഈ ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും, വരാൻ പോകുന്ന ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും. കാരണം എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 3:11. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആത്മനാഥനേ
കൊലോസ്സസ് 3:11. കൊളോസ്യസ് 3:11. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ, ക്രിസ്തു ക്രിസ്തു എല്ലാമാണ്, എല്ലാമാണ്, എല്ലാവരിലുമാണ്. എല്ലാവരിലുമാണ്. നിങ്ങളിതൊക്കെ പഠിച്ചിരിക്കുകയാണ് ഇപ്പോഴേ. രസവാ. അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ താഴെ വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ടുവന്ന് കുറേ കമൻറ്റുകൾ ഇടും. ആൾക്കാരെന്താ ചെയ്യണത്? ആൾക്കാർ ഉടനെ തന്നെ ഉടമ്പടിയുടെ വചനങ്ങൾ, അവർക്കറിയാവുന്ന വചനങ്ങൾ കോട്ട് ചെയ്തിട്ട് അതിനെ റീഫ്യൂട്ട് ചെയ്ത് കളയും. കാര്യം ഇപ്പം ജനങ്ങൾക്ക് വചനങ്ങൾ അറിയാം, ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അറിയാം. പിന്നെ ഞാൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിന് എപ്പോഴും ഒരു മനസ്സുണ്ടേ. എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുവേ. ആരാധന, ആരാധന സ്നേഹരാജ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 14:3. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ, പറഞ്ഞേ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ എന്നല്ലെങ്കിൽ നാളെ കർത്താവിൽ യാത്രയാകുന്നവനെ കൂട്ടിക്കൊണ്ടു പോണത് ആരാണെന്ന് ഉറപ്പാണല്ല. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് മരണത്തെ ഭയമില്ലാത്തത്. കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ ചാരത്ത് നിൽക്കുന്നത് കൊണ്ട്, ആ ബോധമുള്ളത് കൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത്. അതായത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. കാരണം എന്താണ്? ഞാനിരിക്കുന്നിടത്ത്, ഏറ്റു പറഞ്ഞു, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞേ, ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എന്റെ മക്കളെ, കണ്ടന്റ് ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ ഒരു കണം. നമ്മൾ ദൈവക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയത്തില്ലേ, അതുപോലൊരു ദൈവക്കണം, ഒരു ഡിവൈൻ മോളിക്യൂൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്തികളുടെയും സംസാരങ്ങളുടെയും ഉള്ളിൽ ഒരു ദൈവക്കണമുണ്ടാകും. ദൈവക്കണം ഉണ്ടാകണം എന്നുവെച്ചാൽ അത് സ്വർഗത്തിൻ്റെ കണമായിരിക്കണം. സ്വർഗത്തിൻ്റെ കണിക എന്താണത്? എന്നെയും നിന്നെയും നിത്യതയോട് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവേറ്റമായിരിക്കണം നമ്മുടെ ജീവിതം. കൈയടിച്ച് കർത്താവ് ഞങ്ങൾ വാക്കാലും പ്രവൃത്തിയാലും നാമത്തെ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതൊരു നിക്ഷേപമാണ്. നിന്റെ ജീവിതത്തിലെ സംസാരങ്ങളിലെ ചെയ്തികളിലെ തീരുമാനങ്ങളിലെ വചനത്തിൻ്റെ നിത്യതയുടെ ഒരു കണമുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമാണ്, സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്.
പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തില് നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുമ്പോഴേ ഞാൻ ജീവിക്കുമ്പോഴേ എന്റെ വർത്തമാനങ്ങള്, ചെയ്തികള്, സംസാരങ്ങള് ഈശോയെ അവിടെ എല്ലാം സ്വർഗത്തിന്റെ ഒരു കണമുണ്ടാകാൻ, ദൈവക്കണമുണ്ടാകാൻ, എന്നെ നിത്യതയോട് അടുപ്പിക്കുവാൻ എന്നെ പ്രത്യേകമായി അങ്ങ് താങ്ങി ഒരുക്കണമേ, എന്നെ സംരക്ഷിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല ജീവിതത്തിൽ. നിങ്ങൾ നീതിമാനാകാം, നീതിമതിയാകാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു പങ്കുവെക്കുന്ന ശീലമുള്ള ആളാകാം, ഒരാളുടെ കൈ ഒഴുകി അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവളാകാം. പക്ഷെ നിനക്ക് സംഭവിക്കുന്നതെല്ലാം അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും മോശമായിട്ട് ജീവിതം ഉണ്ടാകും. അപ്പോൾ നീ വിശ്വാസത്തിൽ നിന്ന് തള്ളി മാറ്റപ്പെടും. വിശ്വാസം നിനക്ക് ഒറ്റക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ നല്ല വ്യക്തിയാകാം, സഹായിക്കുന്നയാളാകാം, മറ്റുള്ളവർക്ക് ഇല്ലായ്മയിൽ കണ്ട് കൈകറിഞ്ഞ് സഹായിക്കുന്നവരാകാം, നല്ല സ്വഭാവമുള്ളവരാകാം. പക്ഷെ നീ എത്ര നല്ല വ്യക്തിയായാലും നിനക്കറിയാവില്ലേ, സ്വർഗത്തിൻ്റെ ഒരു സൂക്കേട് ക്രിസ്തുവിന് പോലും ഒഴിവ് കഴിവില്ലാഞ്ഞ ഒരു സൂക്കേടാണ്. എന്ന് വെച്ചാൽ നിനക്കുടനെ അടുത്ത പാഠം തരും. ഇപ്പം ചില സ്പോർട്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ, അവരെല്ലാം നമ്മൾ സ്പോർട്സൊക്കെ പഠിപ്പിക്കണം സാർമാർ. അപ്പം നമ്മൾ ഹൈ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ, നമ്മളൊരു 10-12 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 48 പോയിൻ്റ് നമ്മൾ ചാടി. അപ്പോൾ 48-ൽ 6 പേര് ചാടി. അപ്പോൾ 6 പേര് പുറത്തായി. 6 പേര് 48-ൽ ചാടി, 48 പോയിൻ്റ് ചാടി മുകളിൽ. പിന്നെ വീണ്ടും ഓപ്ഷൻ, പിന്നെ നമുക്ക് ഒരു അവസരം തരികയാണ്. നമ്മൾ വീണ്ടും ചാടുമ്പോഴുണ്ട് 52-ലെത്തി. 52-ലെത്തിയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് 5 പേരും പോയി. അപ്പോൾ നമ്മൾ ജയിച്ചല്ല. പക്ഷേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ പറയും ജയിച്ചിട്ടില്ലെന്ന് പറയും. ജില്ലയിലെ റെക്കോർഡ് ഇതല്ല എന്ന് പറയും, 56 പറയും. അപ്പം നീ സന്ധ്യ വരെ ഒന്ന് ചാടാൻ പറയും. എപ്പോഴാണ് നീ 56-ൽ എത്തണത് അതുവരെ എഡ്യൂക്കേഷൻ സാർ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ഈ ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങളില്ലേ മക്കളെ, അതാണ് ഫൈനൽ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങൾ, അവിടെ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളെ പൊട്ട മൊണ്ണെ എന്തൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേടാ അത്തേ നീ ചെയ്തിട്ട്. അപ്പം നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി ഓരോ കാൻഡിഡേറ്റുകൾ പോയി അവസാനം നമ്മൾ ഒറ്റക്കാകും. സ്വന്തം ഭാര്യയും പറയും ഇഡിയറ്റെന്ന് പറയും, ജോബിനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വൈഫ്. അപ്പോൾ ഓരോരുത്തർ പറയും, മക്കളും പറയും പപ്പക്ക് ബോധമില്ല, പപ്പ ഈ ലോകത്തല്ല ജീവിക്കണത്, പപ്പ ഈ കാലത്തല്ല ജീവിക്കണത്. അതെ, നമ്മൾ ഈ കാലത്തല്ല ജീവിക്കണത്, കാലാതീതമായ കർത്താവിൻ്റെ കൂടെയാണ്. കൈ ഇടിച്ച് കർത്താവ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുവിന് വേണ്ടി ഒറ്റക്ക് നിർത്തപ്പെടുന്ന ഒരു മുഹൂർത്തമെങ്കിലും ഒരു മാസം നിനക്ക് കിട്ടിയാൽ നീ രക്ഷപ്പെടും. ദാറ്റ് ഈസ് യുവർ ടോക്കൺ. അതാണ് നിൻ്റെ ടോക്കൺ. നിത്യത്തിൽ ഇതെല്ലാം എണ്ണിയെടുക്കും. എത്ര കാലം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പേരിൽ മറ്റെല്ലാവരും വിട്ടും പോകുമ്പോൾ കർത്താവ് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. വിട്ടും പോകുന്ന അവസരം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യമാണ് എന്താണ്? 6:67. യോഹന്നാൻ 6:67. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചത്? യോഹന്നാൻ 6:66. അതെ. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല. അപ്പോൾ ഓരോ ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴും ഇങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഹൈ ജമ്പ് ചെയ്യുമ്പോൾ ചാട്ടം ആയാസം എടുത്തിട്ട് വരുമ്പോൾ സമയത്ത് മുഴുവനും
ഓരോരുത്തർ വിട്ടുപോകും. വിട്ടുപോകുന്ന അതായത് വിട്ടുപോകും. നിങ്ങളെ ഇപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ നോക്കുന്നുണ്ടിരുന്നുണ്ട്, നിങ്ങളെ കുടുംബജീവിതക്കാർ നോക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ നിത്യത ഒരു വിഷയമായത് കാരണം വിട്ടുപോകൽ ഒരു പ്രതിഭാസമാണ് ഇതിൻ്റെ അകത്ത്. അത് ഓരോരുത്തരായിട്ട് വിട്ടുപോകും. നിങ്ങൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഒരാൾ സ്വീകൃത, അവരെ തിരസ്കൃത. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ഷട്ട് ഔട്ടിങ് ഉണ്ടാകണത്? ഷട്ട് ഔട്ടിങ് ഉണ്ടാകണം. അത് നിങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ട്. നിങ്ങളുടെ വീട്ടിനകത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടാകണം. എന്താ കാര്യം? ടോക്കൺ പിടിക്കാനുള്ള കോമ്പറ്റീഷൻ. കാര്യം കർത്താവിൻ്റെ വചനം, കർത്താവ് ഷട്ട് ഔട്ട്സിനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമുക്കറിയാമല്ലോ, കാറ്റ് വരുമ്പോൾ മരങ്ങൾ കുലുങ്ങുകയും പഴുത്ത ഇലകൾ താഴെ വീഴുകയും ചെയ്യും. അതാണ് ഷട്ട് ഔട്ടിങ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നിത്യത ഒരു വിഷയമായത് കാരണം ഇതൊരു പേയ്മെൻറ്റ് സീറ്റാണ്. അതാണ് പ്രശ്നം. അവസരമല്ല, സൗജന്യമല്ല. ഇത് സൗജന്യമല്ലല്ലോ. വചനം എന്താണ്? ഇത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 6:20. 1 Corinthians 6:20. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 Corinthians 6:20. 1 Corinthians 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പറഞ്ഞേ, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇപ്പൊ ശരീരത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തണം. മനസ്സിലായി? ശരീരം പോലും വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് സഭ IVF എന്നൊക്കെ പറയുമ്പോൾ സഭ ഒരു പുറംതിരിഞ്ഞിരിക്കാൻ കാര്യം എന്താണ്? അതാണ് IVF എന്നൊക്കെ പറയത്തില്ലേ, IUA എന്നൊക്കെ പറയുമ്പോൾ സഭ എന്താ അംഗീകരിക്കാത്ത കാര്യം? സഭയെ സംബന്ധിച്ചിടത്തോളം ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. കാര്യം ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവൻ വില കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് അത് പ്രശ്നമല്ല. അവർക്ക് എങ്ങനെയും ജീവിക്കാം. 5 ഭാര്യയോ 4 ഭാര്യയോ 3 ഭാര്യയോ അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ വേറെ ഒരാളെ സ്വീകരിച്ചോ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഒരു പ്രശ്നവുമില്ല. ക്രിസ്തുവിനെ മാറ്റിയാൽ വില കൊടുക്കപ്പെടാത്തവരാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ? ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. അപ്പം നിങ്ങൾ പറയും ഇത് ശരിയാണ്, ശരിയാകുമോ, ഇതെങ്ങനെ ജീവിക്കാൻ പറ്റും, കഠിനമല്ലേ? തീർച്ചയായിട്ടും കഠിനമാക്കിയിരിക്കണാണ്. 6:60 എടുത്ത യോഹന്നാൻ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു. പറഞ്ഞേ, ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്. ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പോഴേ വചനം കഠിനമാണെന്ന് കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ കാലത്ത് നമ്മൾ മാത്രമല്ല ചിന്തിക്കണതേ, ഈ വചനം കഠിനമാണെന്ന് കർത്താവ് ജീവിച്ചിരിക്കെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോയി. അപ്പോൾ പിരിഞ്ഞു പോകുമ്പോഴേ കർത്താവ് എന്താ പറഞ്ഞത്? വചനം ഞാൻ വെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അവിടെ നിൽക്കാൻ പറ്റുമോ, ഞാൻ കാലെ പിടിക്കാമെന്നാണ് പറഞ്ഞത്. അല്ല, അടുത്ത വചനം എന്താണ്? നിങ്ങൾക്കും പോണമെന്നുണ്ടോ? യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു. യേശു 12 പേരോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പോകണമെങ്കിൽ പോയിക്കൊള്ളാനാണ്. കർത്താവ് പറഞ്ഞ വചനത്തിൽ മാറ്റമില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ വചനമാണ്. അത് മാറ്റം ഉണ്ടാകത്തുമില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും. 21:34 എടുത്ത്
Take the word of God. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 21:33. ആകാശവും ഭൂമിയും കടന്നുപോകും. പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. എന്നാൽ എന്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? നിങ്ങളല്ല, ആകാശം തന്നെ പോകും. നിങ്ങളല്ല, ഭൂമി തന്നെ പോകാനും. പക്ഷേ എന്ത് പോകത്തില്ല? ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും കടന്നു പോകത്തില്ല. അപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ഒരു ജീവിതം നമ്മൾക്ക് സംരംഭമാകാൻ കാരണം എന്താണ്? നമ്മൾക്ക് വേണ്ടി ക്രിസ്തു വില കൊടുത്തത് കൊണ്ടും അവൻ്റെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ടുള്ള ആഴ്ചയിലെ പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. മനുഷ്യന് പലതരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. നിത്യതയിൽ ഒത്തിരിയേറെ ഗ്രേഡുകളുണ്ട്. അതായത് ഇപ്പോൾ നിത്യതയിൽ ഇപ്പം മഹത്വത്വം, നമ്മുടെ വിഷയം എന്താണ്? മഹത്വമല്ലേ? മഹത്വമല്ലേ വിഷയം? ആത്മാവ് പ്രാപിക്കുന്ന മഹത്വത്തിന് അനുപാതികമായിട്ടാണ് നമ്മൾ ദൈവത്തിൽ അനുഭവ സന്തോഷം അനുഭവിക്കുന്നത്. ദൈവത്തെ അറിയുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്തുമാത്രം നമ്മുടെ ആത്മാവ് മഹത്വപ്പെട്ടതാണോ അതനുസരിച്ച് ദൈവത്തെ നമുക്ക് ആ ബോധത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും. എന്തുമാത്രം നമുക്ക് അറിയാൻ പറ്റുമോ അത്രയും നമുക്ക് സന്തോഷം ഉണ്ടാകും. സ്വർഗത്തിലെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സന്തോഷത്തിന് വ്യത്യാസമുണ്ട്. 1 Corinthians 15:43-41. Take the word of God. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 Corinthians 15:41. സൂര്യന്റെ തേജസ് ഒന്ന്. ഒന്ന് പറഞ്ഞേ. സൂര്യന്റെ തേജസ് ഒന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്. ചന്ദ്രന്റേത് മറ്റൊന്ന്. ചന്ദ്രന്റേത് മറ്റൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. കളി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് പോക്കൃത്തറയുടെ കാണിച്ചിട്ട് അവസാനം ഒരു നിലവിളിച്ച് കുമ്പസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ വിഷയം. നമുക്കെല്ലാം പറ്റിക്കുന്ന അബദ്ധം എന്താണെന്നറിയാമോ? ഈ അനുതാപത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചവന്മാരൊക്കെ നമ്മളെ പറ്റിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ എല്ലാവരെയും വിചാരിക്കുന്നത് എന്ത് പോക്കൃത്തരവ് കാണിക്കാം, ആരെയും പറ്റിക്കാം, ആരെയും കിഡ്നി അടിച്ചു മാറ്റാം, ആരെയും വസ്തു പങ്കിടാം, വസ്തു എൻക്രോച്ച് ചെയ്തെടുക്കാം, ആരുടെയും സ്വത്ത് കവർന്നെടുക്കാം, എന്തും ചെയ്യാം, ആരുടെയും അവകാശങ്ങൾ കൊടുക്കണ്ട, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാം, ഗുണ്ടായസം കാണിക്കാം, എന്ത് കാണിക്കാം. അവസാനം ഒന്ന് മോങ്ങിയാൽ മതി, ഒന്ന് നിലവിളിച്ചാൽ മതി എന്നതില്ലേ? ഒന്ന് ഇത് തീക്കൊണ്ട് ഈ നേരം വിളിക്കത്ത് എന്താ പ്രശ്നം? അതായത് ഈശോയുടെ വചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ശോഭയല്ല ചന്ദ്രനെ ഉള്ളത്, ചന്ദ്രൻ്റെ ശോഭയല്ല നക്ഷത്രങ്ങൾക്കുള്ളത്. പിന്നെന്താ പറയണത്? 1 Corinthians 15:41 എന്താ പറയണത്? നക്ഷത്രങ്ങൾ തമ്മിൽ ശോഭയ്ക്ക് വ്യത്യാസമുണ്ട്. കരിക്കട്ടേ ഉണ്ടെന്നതിൻ്റെ അർത്ഥം കാണാത്ത സാധനമുണ്ട് അല്ലേ? അപ്പം ദൈവത്തെ മറന്ന് ക്രിസ്തുവിനെ മറന്ന് ഓരോ ദിവസം ജീവിക്കുന്നതനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ഭൂമി കാണുന്ന ചന്ദ്രൻ എന്ത് സംഭവമാണ്? സൂര്യൻ്റെ പ്രകാശം എന്തുമാത്രം വീഴുന്നോ അത്രയും സ്ഥലം ജ്വലിച്ചിരിക്കും. ഭൂമിയുടെ നിഴലിൽ മറഞ്ഞല്ലേ, ഭൂമിയുടെ നിഴൽ മറച്ചല്ലേ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലേക്ക് കൊള്ളുന്നത്. അപ്പോൾ എന്തുമാത്രം ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയുടെ നിഴൽ കൊണ്ട് മറഞ്ഞിരിക്കുന്നുവോ അത്രയും തേങ്ങാപ്പൊടി പോലെയും ഇങ്ങനെ പകുതി തുളഞ്ഞ് അതിന് മൊത്തം ഭൂമിയുടെ നിഴൽ മാറി മൊത്തം സ്ഥലങ്ങളിലേക്ക് കൊള്ളുമ്പോഴാണ് നമുക്ക് പൂർണ്ണചന്ദ്രൻ കിട്ടുന്നത്. ആത്മാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണെന്ന് പറയണത്. ആത്മാവിൻ്റെ അവസ്ഥ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തത വേണം മക്കളെ. അല്ല നിങ്ങൾ ഉടമ്പടി എടുത്ത് IELTS പാസ്സായി ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് 9ാമത്തെ വർഷം കുഞ്ഞുങ്ങളെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ അതിന് കുറച്ച് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ദൈവം നിങ്ങളുടെ അസസ്മെൻറ്റ് നടക്കും. നിങ്ങൾ ഇത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുമെന്ന്. ഈ ഉടമ്പടിയും കഴിഞ്ഞ് സാക്ഷ്യവും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എങ്ങോട്ട് പോകുമെന്ന് ഈശോ നോക്കും. അതാ പ്രശ്നം.
അതുകൊണ്ടാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പോഴെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണെന്നറിയാവോ? അതായത് സത്യദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾ എപ്പോഴും കർത്താവിനോട് തീവ്രമായിട്ട് സ്വർഗത്തെക്കുറിച്ചൊന്ന് ദാഹിക്കണം. കർത്താവേ, ഒത്തിരി അബദ്ധങ്ങളും അപരാധങ്ങളൊക്കെ സംഭവിച്ചു, എങ്കിലും ഇനിയും സമയമുണ്ട് നമ്മുടെ മുമ്പിൽ. അതായത് 1 മാസം, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, 1 മാസം ഒരു ടോക്കൺ മേടിക്കണം. സ്വർഗത്തിൻ്റെ കണ്ടൻ്റുള്ള, സ്വർഗത്തിന് വേണ്ടി നിന്ന് നിലപാടെടുത്ത, സുവിശേഷത്തിന് വേണ്ടി ഒരു നിലപാടെടുത്ത ഒരു ടോക്കൺ. നമ്മൾ തോറ്റുകൊടുത്ത, നമ്മൾ പരാജയപ്പെടുകയും കുടുംബത്തിൽ നമ്മളെ അതിൻ്റെ പേരിൽ കൊക്കി വിളിക്കുകയും നമുക്ക് ബോധമില്ല ബുദ്ധൂസാണെന്ന് പറഞ്ഞ് നമ്മളെ താറടക്കി അടിക്കുകയും ക്രിസ്തുവിൻ്റെ പേരിൽ നമ്മളെ മന്ദബുദ്ധിയായിട്ട് ചാപ്പ കുത്തുകയും ചെയ്ത ഒരു ടോക്കൺ 1 മാസം നിങ്ങൾ നേടിയെടുക്കണം. ഒരു ടോക്കണെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിലെ 1 മാസം ഒരു സാക്ഷ്യം ഇങ്ങനെ വഹിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അല്പം കഠിനമായി തോന്നിയാലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഏതെങ്കിലും കഠിനമായ സാഹചര്യം വരുമ്പോൾ നിങ്ങളത് മാക്സിമം ഈ കണക്ക് എഴുതുന്ന പോലെയാണ് മക്കളെ. കണക്കെഴുതിയാലുള്ള ഗുണം എന്താ? കണക്ക് പരീക്ഷ എഴുതുമ്പോൾ എന്താ ഗുണം? അത് ഉത്തരം തെറ്റാണെങ്കിലും വഴികൾക്ക് മാർക്ക് കിട്ടും, ഇല്ലേ? ഇതുപോലെ വചനവും ഉത്തരം ചിലപ്പോൾ തെറ്റാവും. ഇപ്പോൾ ഒരു 20 മാർക്കിൻ്റെ ചോദ്യം, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്, പക്ഷെ അത് 20 മാർക്കും പോകത്തില്ല. എന്ത് കിട്ടും? നിങ്ങൾക്കൊരു 16 മാർക്ക് കിട്ടും, 4 മാർക്കേ പോകത്തുള്ളൂ വഴി ശരിയാണെങ്കിൽ. വചനവും ഇതുപോലെയാണ്. വചനം സിമ്പിളാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ പ്രോസസ് ടൈമിൽ എവിടെയെല്ലാം നിങ്ങൾ ക്രിസ്തു വിഹിതമായ കാഴ്ചപ്പാട് സമീപനം കൈവരിച്ചോ അതെല്ലാം വഴികളാണ്, എല്ലാം മാർക്ക് കിട്ടും. അല്ല നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഇത് കഠിനമാണല്ലോ, ഇത് എങ്ങനെയാണ് ഞാൻ പാലിക്കണത്? എൻ്റെ മക്കളെ, എടുക്കണ ഓരോ സ്റ്റെപ്പിനും മാർക്ക് കിട്ടിയിരിക്കും. കർത്താവ് എന്നോട് നേരിട്ട് പറയണ കാര്യങ്ങളാണ് നിങ്ങളോട് പറയണത്. ഇതെനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു, അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ പാടിയപ്പോഴേ കർത്താവ് തന്നതാണ്. ഇതുകൂടി പറയാൻ പറഞ്ഞു, ഞാൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഇത് നിങ്ങൾ തോറ്റുപോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഈ പരീക്ഷ നിങ്ങൾ തോറ്റുപോകണമെന്ന് വിചാരിച്ചോ, എന്നാലും മക്കൾ അറ്റൻഡ് ചെയ്യണം. വഴിക്ക് മാർക്കുണ്ട്. ശ്രദ്ധിക്കട്ടെ. എന്തുകൊണ്ടാണ് വചനപാലന ജീവിതത്തിലെ വഴിക്ക് മാർക്കുണ്ടെന്ന് പറയാൻ കാരണം എന്താ? അതിൻ്റെ കാരണം നിസ്സാരമാണ്. ഇപ്പം ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെ സഹികെട്ട് ഒരു തന്തക്ക് വിളിച്ചെന്ന് വിചാരിച്ചാരെങ്കിലും, അപ്പോൾ ഇപ്പം തന്നെ പോയി വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതേ. അതായത് ചില കണ്ടാമൃഗങ്ങളോട് നമുക്ക് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തിന്മ നടക്കാതിരിക്കാനെങ്കിലും ചില ആൾക്കാർ വിളിച്ചു പോകില്ല. എൻ്റെ മക്കൾക്ക് വിളിച്ച് പോകണം വിചാരിച്ചോ, പക്ഷേ വിളിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റാതെ വന്നാൽ അത് കൗണ്ടാവും. നിങ്ങളുടെ സംയമനം കൊണ്ടേ നിങ്ങൾ വിളിച്ചില്ല. നിങ്ങൾക്ക് നല്ല ആ സമയത്ത് ഇത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലാഞ്ഞ സമയമാണ്, ഭക്ഷണം കൊണ്ട സമയമാണ്,
സന്തോഷമായിരിക്കുന്ന സമയമാണ്, ക്ഷമിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു കാര്യം പറയണം. നമ്മുടെ പ്രാർത്ഥന എന്താണ്? പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതാണ് വചനം. നമുക്ക് ആദ്യമേ ഇവിടെ അൾത്താറ വന്നപ്പോൾ തന്ന വചനമാണ്. അല്ല, ഞാൻ അവിടുന്ന് പഠിച്ചുകൊണ്ട് വന്നതല്ല. ഇവിടെ വന്ന് കയറിയപ്പോഴും എന്നോട് പറഞ്ഞത് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ഈ അഭിഷേക പ്രാർത്ഥന ആവർത്തിച്ചെല്ലാം ആണ്. അവിടുന്ന് ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴെന്താ പറയണത്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന്. നമുക്ക് ഒരു ദിവസമേ മഹത്വപ്പെടുത്താൻ പറ്റുള്ളെങ്കിൽ അത് മതി. രണ്ടാമത്തെ ദിവസം നിങ്ങൾ വീണ് പോയെന്ന് വിചാരിച്ചോ? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്താണ് വഴി? ഇതാണ് വഴിയെന്ന് പറയണത്. നിങ്ങൾ ഒത്തിരിയേറെ ക്ഷമയുടെ വഴികളിൽ എവിടെയെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ എങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അത് വഴിയാണ്, അത് കൗണ്ടാവും, അത് നിങ്ങൾക്ക് ടോക്കണാകും. സ്വർഗത്തിൻ്റെ കണ്ടവന് എന്താ കാരണം കർത്താവ് പറഞ്ഞത്? ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എൻ്റെ നാമത്തിൽ. കണ്ട വചനം എന്നെ വരവേണ്ടില്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആത്മനാഥനേശുവേ. ആരാധന ആരാധന സ്നേഹരാജനേശുവേ. ആരാധന ആരാധന ആത്മനാഥനേശുവേ. മത്തായി 10:42. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് പറഞ്ഞ ഈ ചെറിയൊരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ ചെറിയ കുഞ്ഞു കാര്യമാണെങ്കിലും കൗണ്ട് ആവുന്നതിൻ്റെ അർത്ഥം അല്ലേ? ഉത്തരത്തിന് വലിയ ഉത്തരത്തിന് മാത്രമല്ല, ചെറിയ ആ വഴികൾക്കെല്ലാം മാർക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത് തിന്മയെ പാപത്തെ തള്ളി കൊണ്ടുപോവുക. മാക്സിമം ചെയ്യാതെ തിന്മയെ പാപത്തെ നീക്കി ചെയ്യാതെ പറയാതെ മുന്നോട്ട് നീക്കി കൊണ്ടുപോവുക. അതിനിടയ്ക്ക് വരുന്ന ഓരോ ദിവസവും കൗണ്ടഡാണ്. അതിൻ്റെ ഓരോ ദിവസവും നീ തിന്മ ചെയ്യാത്ത, നീ സമീപനം പാലിച്ച, കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ വചനം കേട്ട ദിവസമാണ്. അത് ടോക്കൺ ദിവസങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നത്, അതായത് തിന്മ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്, തിന്മ പറയേണ്ട കാര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. എങ്കിലും നമ്മൾ പറയാതെ ക്ഷമിച്ച് സഹിച്ച് തള്ളിക്കൊണ്ടുപോകുന്ന സമയമില്ലേ? നമ്മൾ ആരെ തള്ളണമെന്നറിയാമോ? സാത്താനാണ് പുറന്തള്ളണത്. സാത്താനെ പുറന്തള്ളുന്നത്. നമുക്ക് ആയുസ് തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അല്ലേ? നമുക്ക് ആയുസ് തന്നിരിക്കുന്നത് ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് മണിക്കൂറുകൾ. അപ്പം നിങ്ങൾ തിന്മ ചെയ്യാതെ തള്ളിക്കൊണ്ടുപോകുന്ന അവസരങ്ങൾ എല്ലാം കൗണ്ടഡായി പോകും. നിങ്ങളെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി പോകും, സ്വർഗത്തിലുള്ള നിക്ഷേപമായി പോകും. നമ്മുടെ സബ്ജക്റ്റ് അതല്ലേ? ദൈവത്തിൻ്റെ മഹത്വമായി പോകും. എവിടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടും. തിന്മ ചെയ്യാതെ തള്ളി കൊണ്ടുപോവുകയും, തിന്മ ചെയ്യാതെ നമ്മൾ തിന്മ പറയാതെ തള്ളി കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പുറന്തള്ളുന്നത് ആരെയാണ്? സാത്താനെയാണ് പുറന്തള്ളുന്നത്. സാത്താനെ പുറന്തള്ളുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താനെ പുറന്തള്ളണം എന്താ? അപ്പോഴേ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കുന്നത്. 10:18. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാന്റെ സുവിശേഷം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 17 തൊട്ട് എടുത്തോളാം.
ശ്രുതികട ലൂക്ക 10:17-18 തിരുവചനങ്ങൾ. ലൂക്ക 10:17-18 തിരുവചനങ്ങൾ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ആ തിന്മയുടെ ദിവസങ്ങളെ, തിന്മയുടെ വാക്കുകള് നമുക്ക് നിശ്ചയമായും പറയണമായിരുന്ന തിന്മയുടെ വാക്കുകള്, തിന്മയുടെ ചെയ്തികള് ചെയ്യാതെ പറയാതെ തള്ളി കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താൻ ഇടിമിന്നൽ പോലെ താഴേക്ക് നിപതിക്കുന്നു. അതിനാണ് ഈശോ പറഞ്ഞ വാക്ക് സാത്താൻ പുറന്തള്ളപ്പെടുന്നതെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.